ഞങ്ങൾ ഇന്ന് ലിസ്ബണിലെ രണ്ടാമത്തെ ദിവസമാണ്. ഇന്നത്തെ ദിവസം നമ്മൾ ലിസ്ബണിലെ മോണുമെന്റ്സും ഹിസ്റ്ററിയും ഒക്കെയാണ് കാണാൻ പോകുന്നത്. ഞങ്ങൾ പോർച്ചുഗൽ എത്തിയിട്ട് നേരിട്ട ഒരു പ്രശ്നമാണ് ഭാഷ. അവിടെ ആരും ഇംഗ്ലീഷിൽ സംസാരിക്കാറില്ല. അവരൊക്കെ പോർച്ചുഗീസ് ഭാഷ മാത്രമാണ് സംസാരിക്കുക. എല്ലാം എഴുതിയിരിക്കുന്നതും പോർച്ചുഗീസിൽ തന്നെ. ആദ്യം കുറച്ച് ബുദ്ധിമുട്ടിയെങ്കിലും പിന്നെ ഓക്കെ ആയി. ഞങ്ങൾ പഠിച്ച പോർച്ചുഗീസ് ഇതൊക്കെയാണ്: ഓല എന്നാൽ ഹലോ, ഹായ്; ഒബ്രിഗാദോ താങ്ക് യു; സൈദ എക്സിറ്റ്, എൻട്രാഡ എൻട്രൻസ്. ഇത് രണ്ടും മെട്രോ സ്റ്റേഷനിലും ടോയ്ലറ്റ്സിലും ഷോപ്പിലും ഒക്കെ എഴുതി വെച്ചിരിക്കുന്നത് കാണാം. അങ്ങനെയാണ് ഇത് പഠിച്ചത്. പോർച്ചുഗീസുകാരാണ് ഇന്ത്യയിൽ ആദ്യം എത്തിയ യൂറോപ്പ് വ്യാപാരികൾ. കൊച്ചി, ഗോവ പോലെയുള്ള സ്ഥലങ്ങളിൽ പോർച്ചുഗീസ് സംസ്കാരത്തിന്റെ സ്വാധീനം ഇന്നും കാണാം. മലയാളത്തിൽ നമ്മൾ ഉപയോഗിക്കുന്ന നിരവധി വാക്കുകൾ പോർച്ചുഗീസിൽ നിന്ന് വന്നതാണ്: കസേര, മേശ, അലമാര, ജനാല എന്നിവയൊക്കെ. ഞങ്ങൾ ഇപ്പോൾ ഉള്ളത് ബെലം ഡിസ്ട്രിക്റ്റിലാണ്. ബെലം ടവർ കാണാനാണ് വന്നത്. നല്ല മഴയായിരുന്നു. പോരാത്തതിന് അവിടെ ചെന്നപ്പോഴും മെയിൻ്റനൻസ് കാരണം അവിടെ കയറാനും പറ്റിയില്ല. ബെലം ടവർ 1515 പണിതതാണ്. പോർച്ചുഗലിന്റെ ഏജ് ഓഫ് ഡിസ്കവറീസ് കാലഘട്ടത്തിൽ ടാഗസ് നദിയുടെ തീരത്ത് ഒരിക്കൽ കടലിലേക്ക് പുറപ്പെടുന്ന കപ്പലുകൾക്ക് അവസാനമായി കാണുന്ന കാഴ്ച ഇതായിരുന്നു. ഈ ബെലം ടവറിന്റെ തീരത്ത് നിന്നാണ് വാസ്കോഡഗാമയും സംഘവും ഇന്ത്യയിലേക്കുള്ള കപ്പൽ കയറിയത്. ഈ ടവർ മാനുവലൈൻ ആർക്കിടെക്ചർ സ്റ്റൈലിലാണ് പണിതത്. കടൽ, കപ്പൽ, കയറുകൾ, നാവിക ചിഹ്നങ്ങൾ എല്ലാം ഈ കെട്ടിടത്തിൽ കാണാം. ബെലം ടവർ ഇന്ന് യുനെസ്കോ വേൾഡ് ഹെറിറ്റേജ് സൈറ്റാണ്. ഇതൊരു പ്രധാന ടൂറിസ്റ്റ് സ്പോട്ട് ആയതുകൊണ്ട് നമുക്ക് ഈ ടാഗസ് നദിയിൽ വെള്ളത്തിലൂടെയും കരയിലൂടെയും ഓടുന്ന ബസ്സുകളും മറ്റു ബോട്ടുകളും ഒക്കെ കാണാനും യാത്ര ചെയ്യാനും പറ്റും. പിന്നെ ഞങ്ങൾ നടന്നത് തൊട്ടടുത്തുള്ള മോണ്യുമെന്റ് ടു ദ ഡിസ്കവറീസിലേക്കാണ്. ഒരുപാട് ലോകയാത്രികരും നാവികരുമുള്ള രാജ്യമാണല്ലോ പോർച്ചുഗൽ. അതുകൊണ്ട് തന്നെ ഇവരുടെ ഏജ് ഓഫ് ഡിസ്കവറീസ് കാലഘട്ടത്തിലുള്ള എല്ലാവരുടെയും ശില്പങ്ങൾ നമുക്ക് കാണാം. വാസ്കോഡ ഗാമ, മഗ്ഗലൻ, ഹെൻറി ദ നാവിഗേറ്റർ, അങ്ങനെ 33ഓളം സ്റ്റാച്യൂസ് ഇവിടെയുണ്ട്. ഇവിടുത്തെ രാജകുമാരനായിരുന്ന ഹെൻറി ദ നാവിഗേറ്റർ ഇവരെ എല്ലാവരെയും നയിക്കുന്ന രൂപത്തിലാണ് ഇത് നിർമ്മിച്ചിരിക്കുന്നത്. അങ്ങനെയാണ് ഇന്നലെ പറഞ്ഞ ലിസ്ബോ കാർഡ് ഉപകാരമായത്. അതെ, നമുക്ക് ഈ മോണ്യുമെന്റിന്റെ മുകളിൽ പോകാം. അങ്ങനെ 7ാമത്തെ നിലയിലെത്തി. അവിടുത്തെ വ്യൂ ശരിക്കും അടിപൊളിയാണ്. ഏകദേശം 56 മീറ്റർ ഹൈറ്റാണ് ഇത്. ഓൾമോസ്റ്റ് ബെലം ഡിസ്ട്രിക്റ്റ് മുഴുവൻ കാണാം. അങ്ങനെ അതാ നമ്മുടെ സന്തോഷ് ജോർജ് കുളങ്ങര സാർ പറഞ്ഞു കേട്ട ആ ലോക മാപ്പ്. പോർച്ചുഗീസുകാർ രേഖപ്പെടുത്തിയ പ്രധാനപ്പെട്ട സ്ഥലങ്ങളിൽ നമ്മുടെ ഇന്ത്യ, അതിൽ നമ്മുടെ സ്വന്തം കോഴിക്കോട്. വാസ്കോഡഗാമ ഇന്ത്യയിലേക്കുള്ള ആദ്യ കപ്പൽ മാർഗം കണ്ടുപിടിക്കാൻ വന്ന ചരിത്രമൊക്കെ ഇവിടെ വന്ന് നമുക്ക് കാണാം. ശരിക്കും അത് കാണുമ്പോൾ ഒരു പ്രത്യേക അനുഭവമാണ്. എന്തായാലും അടുത്ത ഡെസ്റ്റിനേഷൻ പിടിക്കാമെന്ന് കരുതി. ഇതാണ് ജെറോണിമസ് മൊണാസ്ട്രി. പോർച്ചുഗീസ് മാനുവലൈൻ ആർക്കിടെക്ചറിന്റെ ഒരു വലിയ എക്സാമ്പിൾ ആണിത്. ഏകദേശം 100 വർഷം എടുത്താണ് ഇത് പണി കഴിപ്പിച്ചത്. ഇപ്പോൾ ഇതൊരു യുനെസ്കോ വേൾഡ് ഹെറിറ്റേജ് സൈറ്റാണ്. നമ്മളെ അത്ഭുതപ്പെടുത്തുന്ന രീതിയിലാണ് ഇവിടുത്തെ കൊത്തുപണികളും ചുമരുകളും എല്ലാം തന്നെ. 1500കളിലാണ് ഇത് നിർമ്മിച്ചത്. വാസ്കോഡഗാമയുടെ യാത്ര തുടങ്ങിയ ബെലം തീരത്ത് തന്നെ ഇത് നിർമ്മിക്കണം എന്ന ഉദ്ദേശത്തോടെ കിങ് മാനുവൽ ഒന്നാമനാണ് ഇതിന് തുടക്കമിട്ടത്. അങ്ങനെ അവിടെയെല്ലാം ചുറ്റിക്കണ്ടു. പക്ഷേ ഞങ്ങൾ അന്വേഷിച്ചത് വേറൊന്നുമല്ല, വാസ്കോഡഗാമയുടെ കല്ലറയാണ്. പക്ഷേ പിന്നെയാണ് മനസ്സിലായത് അത് മൊണാസ്ട്രിയോട് ചേർന്നുള്ള ചർച്ചിലാണെന്ന്. പക്ഷേ അത് 2 മണിക്ക് ശേഷമേ ടൂറിസ്റ്റിന് തുറന്നു കൊടുക്കുകയുള്ളൂ. എന്നാൽ പിന്നെ ഫുഡ് കഴിക്കാമെന്ന് കരുതി ഞങ്ങൾ ഇവിടുത്തെ വലിയൊരു ഫുഡ് മാർക്കറ്റിലേക്ക് പോകാമെന്ന് കരുതി. പോകുന്ന വഴിക്കാണ് ഇത് കണ്ടത്. ശ്രദ്ധിച്ചു നോക്കിയാൽ ഒരു ക്രൈസ്റ്റ് സ്റ്റാച്യു കാണാം. സാങ്ച്വറി ഓഫ് ക്രൈസ്റ്റ് ദ കിങ്. ലോകയുദ്ധത്തിൽ നിന്നും പോർച്ചുഗലിനെ രക്ഷിച്ചതിൻ്റെ നന്ദി സൂചകമായിട്ടാണ് ഇത് പണി കഴിപ്പിച്ചത്. 2 കൈകളും ഉയർത്തി പോർച്ചുഗലിനെ അനുഗ്രഹിക്കുന്ന രീതിയിലാണ് ഇത് നിർമ്മിച്ചിരിക്കുന്നത്. അതുപോലെ ഈ കാണുന്ന ചുവന്ന പാലം യൂറോപ്പിൽ തന്നെ ഏറ്റവും വലിയ സസ്പെൻഷൻ ബ്രിഡ്ജിൽ ഒന്നാണ്. ഏകദേശം 12.5 കിലോമീറ്റർ ആണ് നീളം. ഈ കാണുന്നതാണ് ടൈം ഔട്ട് മാർക്കറ്റ്, ഇവിടുത്തെ പ്രധാന ഫുഡ് സ്പോട്ട്. ഇവിടുത്തെ ഷോപ്പുകളെല്ലാം 4 അല്ലെങ്കിൽ 5 സ്റ്റാർ റെസ്റ്റോറൻറ്റ്സ് ആണെന്നാണ് കേട്ടത്. എന്തായാലും നല്ല തിരക്കുണ്ട്. പോർച്ചുഗലിൽ വരുന്നതിന് മുമ്പ് തന്നെ ഞങ്ങൾ കേട്ട ഒരു ഫുഡാണ് പാസ്റ്റൽ ഡി നാറ്റ. അത് ഇവിടുന്ന് കഴിക്കാമെന്ന് കരുതി.
നല്ല മധുരമുള്ള ഒരു ഡെസേർട്ടാണിത്. കഴിക്കാനുള്ള ആവേശത്തിൽ വീഡിയോ എടുക്കാൻ വിട്ടുപോയി. ആദ്യം ഞങ്ങൾ ഇവിടെയെല്ലാം ഒന്ന് കറങ്ങി. ഏകദേശം 26ഓളം റെസ്റ്റോറൻറ്റ്സ് ഇവിടെയുണ്ട്. അങ്ങനെ ഞങ്ങൾ വീണ്ടും സീ ഫുഡ് ഡിഷസും സൂപ്പും സ്നാക്കും ഒക്കെയാണ് കഴിച്ചത്. എല്ലാം നല്ല ക്വാളിറ്റി ഫുഡ് തന്നെയാണ്. ലിസ്ബൺ വരുന്നവർ ഒന്ന് വിസിറ്റ് ചെയ്താൽ ഒരുപാട് ഓപ്ഷനിൽ ഫുഡ് കഴിക്കാൻ പറ്റുന്ന സ്പോട്ടാണിത്. ഈ കാണുന്ന ചർച്ച് ഓഫ് സാന്റാ മരിയ കാണാനാണ് ഞങ്ങൾ തിരിച്ചു വന്നത്. നേരത്തെ പറഞ്ഞ പോലെ വാസ്കോഡഗാമയെ കാണാൻ. ഇവിടെ നിന്നുമാണ് വാസ്കോഡഗാമ ഇന്ത്യയിലേക്കുള്ള യാത്രയ്ക്ക് മുമ്പ് പ്രാർത്ഥന നടത്തിയതെന്ന് പറയപ്പെടുന്നു. ഇന്ത്യയിൽ നിന്നും മലേറിയ ബാധിച്ച് മരിച്ച വാസ്കോഡഗാമയെ ആദ്യം കൊച്ചിയിലെ സെയിൻറ്റ് ഫ്രാൻസിസ് ചർച്ചിലാണ് അടക്കിയതെങ്കിലും പിന്നീട് അത് പോർച്ചുഗലിലെ ഈ ചർച്ചിലേക്ക് മാറ്റിയതാണ്. നമ്മൾ ഇന്നലെ തൊട്ട് പ്ലാൻ ചെയ്തിരുന്ന ട്രാം യാത്ര ചെയ്യാൻ നേരമായി. ശരിക്കും ആദ്യം നല്ല കൗതുകമാണ് തോന്നിയത്. മലകളിലൂടെയും ഇടവഴികളിലൂടെയും ഒക്കെയുള്ള യാത്ര. കഴിഞ്ഞ എപ്പിസോഡിൽ പറഞ്ഞ ലിസ്ബോ കാർഡ് വെച്ച് ഇതിൽ എത്ര വേണമെങ്കിലും കയറാം. എന്നാൽ ശരിക്കും ആസ്വദിക്കാൻ പറ്റിയില്ല. നല്ല തിരക്കായിരുന്നു. ട്രാം യാത്ര കഴിഞ്ഞ് ഞങ്ങൾ നേരെ പോയത് സാവോ ജോർജ് കോട്ട കാണാനാണ്. ഇതാണ് പ്രക്കാദി അർമാസ്. പണ്ടുകാലത്ത് യുദ്ധത്തിന് പോകുന്നതിന് മുമ്പ് പടയാളികൾ ഒത്തുകൂടിയിരുന്നതും അവരുടെ ആയുധങ്ങൾ സൂക്ഷിച്ചിരുന്നതും ഇവിടെയായിരുന്നു. കോട്ടയുടെ ഏറ്റവും സുരക്ഷിതമായ ഉൾഭാഗമാണിത്. സാവോ ജോർജ് കോട്ട സന്ദർശിക്കുന്ന ഏതൊരു സഞ്ചാരിയെയും ആകർഷിക്കുന്ന പ്രധാന ഘടകം അവിടെ നിന്നുള്ള നഗരക്കാഴ്ചകളാണ്. ലിസ്ബണിലെ ചുവന്ന മേൽക്കൂരയുള്ള കെട്ടിടങ്ങളും വിശാലമായ ടാഗസ് നദിയും നദിക്ക് കുറുകെയുള്ള ഏപ്രിൽ 25 പാലം എല്ലാം ഇവിടെ നിന്ന് നോക്കിയാൽ ഒരു ചിത്രം പോലെ മനോഹരമായി കാണാം. ഈ കാണുന്ന പീരങ്കികൾ നഗരത്തിന് നേരെ തിരിച്ചു വെച്ചിരിക്കുന്നത് പോലെ തോന്നുമെങ്കിലും യഥാർത്ഥത്തിൽ ഇവയുടെ ലക്ഷ്യം ടാഗസ് നദിയിലൂടെ വരുന്ന ശത്രു കപ്പലുകളായിരുന്നു. കടൽ മാർഗം ലിസ്ബണെ ആക്രമിക്കാൻ വരുന്നവരെ ദൂരത്തു നിന്ന് തന്നെ പ്രതിരോധിക്കുക എന്നതായിരുന്നു ഇവയുടെ പ്രധാന ജോലി. ലിസ്ബൺ നഗരത്തിന്റെ ഹൃദയഭാഗത്ത് ഏറ്റവും ഉയർന്ന കുന്നിൻ മുകളിൽ തലയുയർത്തി നിൽക്കുന്ന ഒന്നാണ് സാവോ ജോർജ് കോട്ട. ഇതിന്റെ ചരിത്രം BC 1-ാം നൂറ്റാണ്ടിൽ റോമൻ കാലഘട്ടത്തിൽ തുടങ്ങിയതാണെങ്കിലും ഇന്നത്തെ രൂപത്തിലുള്ള കോട്ട നിർമ്മിക്കപ്പെട്ടത് 10-ാം നൂറ്റാണ്ടിൽ മൂറുകളുടെ ഭരണകാലത്താണ്. പിന്നീട് 1147-ൽ പോർച്ചുഗലിന്റെ ആദ്യ രാജാവായ അൽഫോൺസോ ഹെൻറിക്വസ് ഈ കോട്ട പിടിച്ചെടുക്കുകയും പിന്നീട് നൂറ്റാണ്ടുകളോളം ഇത് രാജകൊട്ടാരമായി ഉപയോഗിക്കപ്പെടുകയും ചെയ്തു. ഇവിടുത്തെ മ്യൂസിയത്തിൽ പോയാൽ ഒരുപാട് പുരാവസ്തുക്കൾ കാണാൻ പറ്റും. ഈ കോട്ട കുഴിക്കുന്ന സമയത്ത് കിട്ടിയ പഴയ പാത്രങ്ങൾ, നാണയങ്ങൾ, ആയുധങ്ങൾ എന്നിവയൊക്കെ ഇവിടെ വെച്ചിട്ടുണ്ട്. ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പ് ഇവിടെ ജീവിച്ചിരുന്ന മനുഷ്യരുടെ ജീവിതം എങ്ങനെയായിരിക്കുമെന്ന് നമുക്കിതിലൂടെ ഊഹിക്കാൻ പറ്റും. 11-ാം നൂറ്റാണ്ടിലെ മൂറുകളുടെ ഭരണകാലത്തുള്ള വളരെ മനോഹരമായ ടൈലുകളും ഭരണികളും അവിടെയുണ്ട്. പോർച്ചുഗീസ് സംസ്കാരത്തിൽ നിന്നും കാണുന്ന പല ഡിസൈനുകളും ഈ പഴയ ഇസ്ലാമിക് സ്റ്റൈലിൽ നിന്ന് വന്നതാണ്. പിന്നെ ഇവിടുത്തെ മറ്റൊരു പ്രത്യേകത മയിലുകളാണ്. കോട്ടയ്ക്കുള്ളിലെ മരങ്ങളിലും മതിലുകളിലും ഒക്കെയായി ഒരുപാട് മയിലുകളെ ഇവിടെ നമുക്ക് കാണാം. ടൂറിസ്റ്റുകൾക്കൊപ്പം യാതൊരു പേടിയുമില്ലാതെ അവരവിടെ ഇങ്ങനെ കറങ്ങി നടക്കും. അവ വെറുതെ അവിടെ എത്തിയതല്ല. പണ്ടുകാലം തൊട്ടേ രാജകൊട്ടാരങ്ങളിൽ ഐശ്വര്യത്തിന്റെ അടയാളമായി മയിലുകളെ വളർത്തുന്ന പതിവുണ്ടായിരുന്നു. അതിന്റെ തുടർച്ചയായാണ് ഇന്നും അവരവിടെ ഉള്ളത്. ഈ കാണുന്നതാണ് സാന്റാ ജസ്റ്റ ലിഫ്റ്റ്. ലിസ്ബണിലെ 7 കുന്നുകൾക്കിടയിൽ യാത്ര എളുപ്പമാക്കാൻ പണ്ട് നിർമ്മിച്ച 4 ലിഫ്റ്റുകളിൽ ഏറ്റവും മനോഹരമായ ഒന്നാണിത്. 1902-ൽ ഇത് തുറന്നപ്പോൾ നീരാവി കൊണ്ടാണ് പ്രവർത്തിച്ചിരുന്നത്. പിന്നീട് 1907-ലാണ് ഇത് ഇലക്ട്രിക് ആയത്. ഈ ലിഫ്റ്റ് താഴ്ന്ന ഭാഗമായ ബയാക്സയെ ഉയർന്ന ഭാഗമായ ചിയാഡോയുമായി ബന്ധിപ്പിക്കുന്നു. പക്ഷേ നിർഭാഗ്യവശാൽ നമ്മൾ ചെന്നപ്പോൾ മെയിൻ്റനൻസ് വർക്കുകൾ നടക്കുന്നത് കൊണ്ട് ലിഫ്റ്റ് വർക്കിംഗ് അല്ലായിരുന്നു.
ആകെ ഒരു നിരാശ തോന്നി. ലിഫ്റ്റിൽ കയറാൻ പറ്റാത്ത വിഷമം മാറ്റാൻ നല്ലൊരു ലോക്കൽ ഫുഡ് കഴിക്കാമെന്ന് കരുതി. അങ്ങനെ ഞങ്ങൾ പയേല ട്രൈ ചെയ്തു. പയേല ഒരു സ്പാനിഷ് വിഭവമാണ്, എന്നാൽ പോർച്ചുഗലിൽ നല്ല ഫേമസുമാണ്. നമ്മൾ ഒരു ഫിഷ് പയേലയും മീറ്റ് പയേലയുമാണ് കഴിച്ചത്. ലിസ്ബണിലെ ആ തണുപ്പുള്ള വൈകുന്നേരത്തെ ഒരു നല്ല ചൂട് പയേല കഴിക്കാൻ നല്ല ടേസ്റ്റായിരുന്നു. അങ്ങനെ ഇന്ന് ലിസ്ബണിലെ അവസാനത്തെ ദിവസമായതുകൊണ്ട് 1-2 സുവനിയർ വാങ്ങാൻ സുവനിയർ ഷോപ്പിൽ കയറി. കുറച്ചു നേരത്തെ തിരച്ചിലിന് ശേഷം ഈ കാണുന്ന സുവനിയേഴ്സാണ് ഞങ്ങൾ വാങ്ങിയത്. തിരിച്ച് ഹോട്ടലിലേക്ക് മടങ്ങും വഴി ഞങ്ങൾക്ക് ഒന്നുകൂടി ട്രാം 28ൽ കയറാൻ തോന്നി. അങ്ങനെ 45 മിനിറ്റ് വെയിറ്റ് ചെയ്ത് ഞങ്ങൾ ട്രാമിൽ കയറി. ഇത്രയും പഴക്കമുള്ള ഒരു ട്രാം എനിക്ക് ഇന്നും ഒരു അത്ഭുതമാണ്. നൈറ്റ് അത്ര തിരക്കില്ലാത്തത് കൊണ്ട് നല്ലോണം ട്രാം യാത്ര ആസ്വദിക്കാൻ പറ്റി. അങ്ങനെ ഇന്നത്തെ ദിവസം ലിസ്ബണിലെ പ്രധാന സ്ഥലങ്ങളെല്ലാം കണ്ടു. ലിസ്ബൺ അതിൻ്റെ സൈലൻസും ഹിസ്റ്ററിയും കൊണ്ട് വളരെ മനോഹരമായാണ് തോന്നിയത്. നിങ്ങൾക്ക് എന്താണ് ഈ വ്ലോഗിൽ ഞങ്ങളുടെ കൂടെ നടന്നപ്പോൾ തോന്നിയത്? താഴെ കമൻ്റായി പറയൂ.